പ്രിയരെ സസ്യ നമസ്കാരം. ഇന്ത്യ കണ്ട ഏറ്റവും വലിയ പോക്സോ കേസിന്റെ വിധി പറഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് മലയാള മാധ്യമങ്ങൾ എന്തുകൊണ്ടായിരിക്കും മുക്കിയിട്ടുണ്ടാവുക, അല്ലെങ്കിൽ അത് പ്രാധാന്യമല്ലാതാക്കി തീർത്തത് എന്തുകൊണ്ടായിരിക്കും എന്നത് ഒരു ചിന്തയാണ് ഞാനിപ്പോൾ നിങ്ങളുടെ മുന്നിലേക്ക് വെക്കുന്നത്. എന്താണ് ആ പീഡന കഥ എന്ന് പലർക്കും അറിയില്ല. അജ്മീർ പീഡന കേസാണത്. 1992 ആ സംഭവം നടന്നിട്ടുള്ളത്. അതായത് ഏകദേശം 30 വർഷം. നോക്കൂ, 1992 ഏപ്രിൽ മാസത്തിലെ ഒരു പകല് അജ്മീറില് ജനങ്ങൾ ഉണർന്നത് ഈ വാർത്ത കേട്ടിട്ടായിരുന്നു. 11-നും 20-നും ഇടയ്ക്ക് പ്രായമുള്ള സ്കൂളിൽ പോകുന്ന വിദ്യാർത്ഥികളെ ട്രാപ്പിലാക്കി ഭീഷണിപ്പെടുത്തി അവരുടെ വീഡിയോ റെക്കോർഡ് ചെയ്ത് പീഡിപ്പിച്ച ഒരു വാർത്തയായിരുന്നു അത്. ആ വാർത്തയ്ക്ക് പ്രാധാന്യം എങ്ങനെ വന്നു, അല്ലെങ്കിൽ അതെങ്ങനെ പുറം ലോകം അറിഞ്ഞു എന്നതൊക്കെ പതിയെ പറയും. ആ കഥ ഇപ്രകാരമാണ്. അജ്മീരിലെ സ്കൂളിലെ ഒരു പെൺകുട്ടിയുമായി ഫാറൂഖ് പ്രണയം നടിക്കുകയാണ്. ശേഷം ആ കുട്ടി അവരെ വിശ്വസിച്ച് തന്റെ ശരീരം അവർക്ക് കാഴ്ചവെക്കുകയാണ്. ആ ഫറൂഖ് എന്ന വ്യക്തി ആ കുട്ടിയുടെ വീഡിയോ പകർത്തുകയാണ്, അല്ലെങ്കിൽ ചിത്രങ്ങൾ പകർത്തുകയാണ്. അങ്ങനെ അവൾ മുഖാന്തരം മറ്റു പെൺകുട്ടികളുമായി ഇയാൾ സൗഹൃദത്തിലാകുന്നു. ഇതേ ആവൃത്തി തുടരുന്നു. നോക്കൂ, 1992 ദൈനിക് നവജ്യോതി എന്ന പത്രത്തിലെ മാധ്യമ പ്രവർത്തകനായ സന്തോഷ് ഗുപ്തയാണ് അജ്മീർ പീഡനം ലോകത്തെ അറിയിക്കുന്നത്. അദ്ദേഹമില്ലായിരുന്നെങ്കിൽ ഈ വാർത്ത പുറംലോകം അറിയില്ലായിരുന്നു. ഒരു പെൺകുട്ടിയുടെ ഫോട്ടോ ലാബിൽ നിന്നും ചോർന്ന് സന്തോഷ് ഗുപ്തയുടെ കൈവശമെത്തുന്നു. ഇതാണ് ഈ വാർത്ത ലോകമറിയാനുള്ള കാരണത്തിൽ ഒന്ന്. വലിയ നേതാക്കളുടെ മക്കളും ബ്ലാക്ക് മെയിലിന്റെ ഇരയാണ് എന്ന തലക്കോട്ടയോടെയാണ് സന്തോഷ് ഗുപ്ത ആ വാർത്ത പ്രസിദ്ധീകരിച്ചത്. നോക്കൂ, അതില് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 20 വയസ്സ് താഴെയുള്ള പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളായിരുന്നു കൂടുതൽ എന്നുള്ളതും സത്യവുമാണ്. ഈ സംഘത്തിലെ അംഗങ്ങൾ ആരൊക്കെയാണോ ചിന്തിക്കാം. അജ്മീർ എന്ന് പറയുന്നത് ഇസ്ലാമിക വിശ്വാസികൾ പ്രാധാന്യമുള്ള ഒരു സ്ഥലമാണ്. അജ്മീരിലെ ഒരു സ്വകാര്യ സ്കൂളിലും ഒരു കോളേജിലും പഠിക്കുന്ന പെൺകുട്ടികളാണ് ഇതിൽ പ്രധാനമായി പെട്ടിട്ടുള്ളത്. അവരുടെ ഷൂട്ട് ഒരു ഫാം ഹൗസിൽ വെച്ചാണ് ഇത് നടന്നതെന്നാണ് പറയപ്പെടുന്നത്. അവിടെ വെച്ച് തന്നെ ഈ കുട്ടികൾ ലൈംഗികമായി പീഡിക്കപ്പെട്ടു എന്നും പറയപ്പെടുന്നു. ഇത്തരം കാര്യങ്ങൾ പുറത്തു വരാതിരിക്കാൻ ഈ കുട്ടികളോട് ഇവർ വിലപേശങ്ങൾ നടത്തുകയാണ്, തങ്ങളുടെ സുഹൃത്തുക്കളെ കൊണ്ടുവരണമെന്ന്. ഇതൊക്കെ കേട്ടും കണ്ടറിഞ്ഞ വാർത്ത പുറത്തു വന്നതിന് ശേഷം അജ്മീരിലെ പെൺകുട്ടികൾക്ക്, ഹിന്ദു ആയാലും മുസൽമാനായാലും ക്രിസ്ത്യാനി ആയാലും അവിടെ ഒരു വിവാഹാലോചന വരെ നടക്കാൻ സാധ്യതയില്ലാത്തൊരവസ്ഥയെത്തി. അല്ലെങ്കിൽ 10-15 തവണ ഒന്ന് ആലോചിച്ച ശേഷം മാത്രമേ അജ്മീരിലെ പെൺകുട്ടികളുടെ ചാരിത്രത്തെക്കുറിച്ച് അവിടുത്തെ ജനങ്ങൾക്ക് വിശ്വാസം ഉണ്ടായിരുന്നുള്ളൂ, വിവാഹം കഴിക്കുന്നവർക്കുണ്ടായിരുന്നു. അത്രയും ഭീകരമായിരുന്നു, അത്രയും കുട്ടികൾ അതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളതാണ് അവിടുത്തെ ജനങ്ങളുടെ വിശ്വാസം. പ്രതികൾ ആരൊക്കെയാണെന്ന് ചിന്തിക്കണ്ടേ. അജ്മീരിലെ ദർഗയിലെ ഖാലിദും അയാളുടെ കുടുംബത്തിലെ ഏതാനും ചിലരാണ് ഇത് പ്രധാന കണ്ണികൾ. നഫീസ് ചസ്തി, നസീം എന്ന ടാർസൻ, സലീം ചസ്തി, ഇഖ്ബാൽ ബാട്ടി, സുഹൈൽ ഗനി, സയ്യിദ് ജമീർ ഹുസൈൻ എന്നിവരാണ് ഈ വിധി വരുമ്പോൾ കോടതിയിൽ ഉണ്ടായിരുന്നത്. ഇതിലൊരാൾ പുറത്തും പോയി, ഇയാൾ ഒഴിവുമാണ്. നോക്കൂ, ഹത്രാസിൽ ലോഷം കൊണ്ട ഒരു കോൺഗ്രസ്സുകാരനെ ഇവിടെ കണ്ടില്ല, ഒരു പ്രതിപക്ഷ നേതാവിനെയും ഇവിടെ കണ്ടില്ല, ഒരു ഇന്ത്യൻ നേതാവിനെയും ഇവിടെ കണ്ടില്ല. കാരണം അജ്മീരിലെ യൂത്ത് കോൺഗ്രസ് പ്രസിഡന്റ് ഫാറൂഖ് ചഷ്ടിയാണ് ഈ കേസിലെ പ്രധാന കണ്ണി, പ്രധാന പ്രതി. വൈസ് പ്രസിഡന്റ് നസീം ചഷ്ടിയും കോൺഗ്രസ് പാർട്ടിയുടെ ജോയിന്റ് സെക്രട്ടറി അൻവർ ചഷ്ടിയും ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് ഈ
ലൈംഗിക പീഡന പരമ്പരയിൽ. അങ്ങനെ ഈ രാജ്യത്തെ നടക്കിയ ഏറ്റവും വലിയ സെക്സ് സ്കാൻഡൽ കേസിൽ അവശേഷിക്കുന്ന പ്രതികളെല്ലാം 2024 ഓഗസ്റ്റ് മാസം 20 വൈകുന്നേരം 2 മണിക്ക് പോക്സോ കോടതി ശിക്ഷ വിധിച്ചു. ഈ ശിക്ഷയുടെ ഒരു വാർത്ത മലയാള മാധ്യമങ്ങൾ പ്രസിദ്ധീകരിച്ചതായിട്ട് അല്ലെങ്കിൽ പ്രാധാന്യത്തോടെ പ്രസിദ്ധീകരിച്ചതായിട്ട് ആരും കണ്ടില്ല. ഈ സമയത്താണ് മലയാള സിനിമാ വേദിയിലെ സിനിമാക്കാരുടെ ഇടയിലുള്ള ചില വിഷയങ്ങൾ പൊന്തി വരുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പുറകിൽ ആയി ഇവിടുത്തെ എല്ലാ ചാനലുകളും. BJP നേതാവ് ചന്ദ്രശേഖരന്റെ 51%-ലധികമുള്ള ഓഹരിയുള്ള ഏഷ്യാനെറ്റ് പോലും ഈ വാർത്തയ്ക്ക് പിന്നിലായിരുന്നു എന്നുള്ളതാണ് സത്യം. ആ ചാനൽ പോലും ഈ വാർത്തയ്ക്ക് പൂർണ്ണമായ അല്ലെങ്കിൽ നിശബ്ദതയാണ് പാലിച്ചത്. ഈ കുറ്റകൃത്യം നിങ്ങൾ ഇനിയും തിരിഞ്ഞു നോക്കിയിട്ടില്ല. ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിൽ വേണ്ട രീതിയിൽ പ്രചരണം നൽകിയിട്ടില്ല. നോക്കൂ, അജ്മീർ എന്ന് പറയുന്ന ഇസ്ലാമിക പേരുള്ള ആരാധനാരി ഒരു സ്ഥലത്തിന് പകരം അവിടെ ഒരു ഹിന്ദു സ്ഥലമാണ്, ഒരു ഹിന്ദു ക്ഷേത്രമാണ് അല്ലെങ്കിൽ ഭാഗവാക്കായിട്ടുണ്ടെങ്കിൽ അവിടുത്തെ പുരോഹിതൻ ഹിന്ദു നാമധാരിയാണ് എന്നുള്ളത്, ഈ കേസിലെ പുരോഹിതൻ ഹിന്ദു നാമധാരി ആയിരുന്നു എങ്കിൽ അല്ലെങ്കിൽ അയാളുടെ ബന്ധുക്കളായിരുന്നു എങ്കിൽ സംഘപരിവാറിൽപ്പെട്ട അല്ലെങ്കിൽ യുവമോർച്ചയുടെ പ്രസിഡന്റോ സെക്രട്ടറിയോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഉത്തരവാദിത്തപ്പെട്ടവരായിരുന്നുവെങ്കിൽ നോക്കൂ, ഇവിടുത്തെ മാധ്യമങ്ങൾ എന്തൊക്കെ കൊട്ടിഘോഷിക്കും. കഥാസന്ദർഭമാകെ മാറി. ഇപ്പോൾ ഇവിടെ അജ്മീറാണ്, മുസ്ലിം നാമധാരികളാണ്, കോൺഗ്രസിന്റെ നേതാക്കന്മാരാണ് പ്രതികൾ. അതുകൊണ്ട് തന്നെ മലയാള മാധ്യമങ്ങൾക്ക് ഇവിടെ ഇതൊരു വാർത്തയല്ലാതായി തീർന്നുള്ളൂ. ഇവിടെ ഇത്രയും വലിയ സ്കാൻ നടന്നിട്ടും മലയാളത്തിലുള്ള ആൾക്കാർക്ക് ഇത് അറിയണ്ട. നോക്കൂ, എന്തെല്ലാം പ്രചരണങ്ങളായിരുന്നു. ചെറിയ ചെറിയ സംഭവങ്ങൾക്ക് പോലും ഹിന്ദുക്കൾക്ക് നേരെ ഇവർ അയച്ചുവിട്ടിട്ടുണ്ടായിരുന്നു. ഗോദ്രയുടെ വിഷയങ്ങള് മോദിക്ക് നേരെ അയച്ചുവിട്ട പുല്ലാപ്പാരുകളും അല്ലെങ്കിൽ പൊല്ലാപ്പുകളൊക്കെ ആരും മറന്നിട്ടില്ല. പക്ഷേ മോദി ഇന്ന് പ്രധാനമന്ത്രിയെ 3-ാം തവണയും ഗുജറാത്തിലും അദ്ദേഹം 3-ാം തവണയായിട്ടുണ്ടായിരുന്നു. സത്യത്തിന്റെ എതിരെ കുറച്ചിട്ട് ആരും കാര്യമില്ല. കാരണം അമുസ്ലിങ്ങളെ എങ്ങനെയൊക്കെ വരുതിയിൽ വരുത്താമെന്ന ചില ചിന്താധാരയുമായിട്ടാണ് ഇവിടുത്തെ ക്രിമിനലുകളായ മുസ്ലിം മതവിശ്വാസികൾ നടക്കുന്നത്. ബൽക്കീസ് വിഷയം എന്തൊക്കെ ആഘോഷകരമായിട്ടായിരുന്നു ഹിന്ദുക്കൾക്ക് നേരെ ഇവിടുത്തെ മലയാള മാധ്യമങ്ങളിൽ പ്രചരണം നൽകിയത്. ഞാനതൊക്കെ ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളെ. മലയാളികള് പലപ്പോഴും പലതും മറക്കും. ഇന്ന് കണ്ട വാർത്തയ്ക്ക് പ്രാധാന്യം നൽകി ഇന്നലെ നടന്ന വാർത്തകൾ മറക്കുന്ന കാലഘട്ടമാണ് ഇവിടുത്തെ മലയാളികൾ, പ്രത്യേകിച്ച് ഹിന്ദുക്കൾ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബൽക്കീസിനെ കുറിച്ച് ഞാൻ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത്. ബൽക്കീസിന്റെ വിഷയം വെച്ച് ഹിന്ദുത്വത്തിനെതിരെ എന്തൊക്കെ തരത്തിലുള്ള അപവാദങ്ങളാണ് ഇവിടെ പറഞ്ഞു വരുത്തിയതെന്ന് ഓർക്കുന്നുണ്ടോ? നോക്കൂ, മലയാള മാധ്യമങ്ങൾ അജ്മീറിൽ നിശബ്ദരാണ്. ഹൈന്ദവ ക്ഷേത്രങ്ങളായിരുന്നെങ്കിൽ അവർ നിശബ്ദരായിരിക്കില്ല. അവരുടെ വായ പടയാളികളായിരുന്നു, മുസ്ലിങ്ങളുടെ സംരക്ഷകരായിട്ടുള്ള പടയാളികളായിരുന്നു, അല്ലെങ്കിൽ ആവി മാറുമായിരുന്നു മലയാള മാധ്യമങ്ങൾ. അതുകൊണ്ട് തന്നെ ഈ നിശബ്ദത എന്ന് പറയുന്നത് മതേതരത്വം ഹിന്ദുക്കൾക്ക് എത്രത്തോളം ദോഷകരമായ പ്രചരണ ആയുധമാണ് എന്നുള്ളത് മനസ്സിലാക്കണം. എന്തൊക്കെ നഷ്ടങ്ങളാണ് ഈ സമൂഹത്തിന്, ഈ ഹൈന്ദവ സമൂഹത്തിന് മതേതരത്വം കൊണ്ട് ഉണ്ടായത് എന്നതുകൂടി ശ്രദ്ധിക്കണം. ഭാരതത്തിന്റെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ ഒരിക്കൽ പോലും മതേതരത്വത്തെക്കുറിച്ച് ചിന്തിക്കാത്ത അംബേദ്കറും അവരുടെ കൂടെയുള്ള ആൾക്കാരും എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ. പിന്നീട് വന്ന സർക്കാരുകളില് കോൺഗ്രസിന് വേണ്ടിയായിരുന്നു ഈ മതേതരത്വം ഇന്ത്യയിൽ കൂട്ടിച്ചേർത്തത്. ഇവിടെ ജനാധിപത്യവും സോഷ്യലിസവും ഒക്കെയായിരുന്നു നമ്മുടെ വിഭാവനം ചെയ്ത അംബേദ്കർ വിഭാവനം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഇത്തരം ക്രൂര പീഡനങ്ങൾ മുസ്ലിങ്ങൾ നടത്തുമ്പോൾ മൗനമായിരിക്കുന്ന മാധ്യമങ്ങളെ നമ്മൾ തിരിച്ചറിയണം. പ്രിയപ്പെട്ടവരെ, ഇനിയെങ്കിലും നമ്മൾ ആ തിരിച്ചറിയലില്ലെങ്കിൽ ഇന്നലെ
ഹിന്ദുവിന് നേരെ ആക്രമണങ്ങൾ നടത്തിയ വ്യക്തികളെ നമ്മൾ ചില വാർത്തകൾക്ക് മുമ്പിൽ മറന്നാൽ നാളെ നമുക്ക് ഇവിടെ ആരാധന നടത്താനോ ഇവിടെ ജീവിച്ചു പോകാനോ ഇവിടെ രാഷ്ട്രീയ പ്രവർത്തനം നടത്താനോ സാധിക്കില്ല എന്ന് ഓർമ്മിച്ചുകൊണ്ട് ഈ അജ്മീരിലെ ലൈംഗിക പീഡനത്തിന്റെ ചെറിയ ഒരു എപ്പിസോഡ് നിങ്ങൾക്ക് വേണ്ടി സമർപ്പിക്കുന്നു. നന്ദി, നമസ്കാരം.